130 സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ പണ്ട് പഠിച്ച ഒരു കവിത, AR രാജരാജവർമ്മ എന്ന് പറയുന്ന മഹാനായ ഒരു കവിയുടെ ഒരു പദ്യത്തിൻ്റെ പദ്യശകലം ഇപ്രകാരമാണ്: ഒരു വണ്ട് ഒരു താമരയ്ക്കകത്ത് അല്ലെങ്കിൽ താമര മൊട്ടിനകത്ത് പെട്ടുപോയ ഒരു കഥ. മനോഹരമായൊരു കവിതയാണ്. പകലെപ്പോഴോ ഇങ്ങനെ ഒരു താമരക്കുളത്തിൻ്റെ സമീപം ഇങ്ങനെ പറന്ന് നടന്ന ഈ വണ്ട് വിടർന്നു നിൽക്കുന്ന ഈ താമരപ്പൂവിലെ തേൻ കുടിക്കുകയാണ്. കുടിച്ചു താൻ പരിസരം മറന്നുപോയി. ആ വണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങി. താമരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ ഇതങ്ങ് കൂമ്പും. ഇത് പഴയതുപോലൊരു മുട്ട് പോലെ ആകും. ഒടുവിൽ ഈ വണ്ട് ഈ സന്ധ്യയായപ്പോൾ ഉറക്കമുണരുമ്പോൾ തനിക്ക് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല. ആ വണ്ട് ഈ താമരമുട്ടിനകത്ത് ഇരുന്ന് ചിന്തിക്കുകയാണ്. കവി തൻ്റെ ഭാവനയിൽ ഇങ്ങനെ പാടുകയാണ്: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടും, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും കാലേ വിടർന്നിടവേ. നാളെ പ്രഭാതമാകുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ താമര പഴയതുപോലെ തന്നെ വിടരും, എനിക്ക് പുറത്തിറങ്ങാം. പക്ഷേ ഹതഭാഗ്യനായ വണ്ട് അതെങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പുലർക്കാലത്ത് എവിടെ നിന്നോ ഒരു ആന വന്നിട്ട് ആ താമരക്കുളത്തിൽ ഇറങ്ങിയിട്ട് ആന കാണിച്ചൊരു വികൃതി ഈ താമരപ്പൂവിനെ അല്ലെങ്കിൽ മുട്ടിനെ വേരോടെ പിഴുതെടുത്ത് എറിഞ്ഞ്, മാത്രമല്ല അതിനെ ചവിട്ടി അരച്ചുകൾ. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനിങ്ങനെയാണ്. പല പ്രതീക്ഷകളാണ്. നാളെ ഞാൻ ഇന്ന തരത്തിൽ ഇന്ന നിലയിലായിത്തീരും, ഇങ്ങനെ ഭാവിയെ സ്വപ്നം കണ്ടിട്ട് ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയോ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ ഈശ്വരനിൽ സർവശക്തനായ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയോ ചെയ്യാതെ തൻ്റെ കൊച്ചു മസ്തിഷ്കത്തിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾക്കനുസരിച്ച് രാത്രി പോലും പകലാക്കി കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു ചിന്തിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി, പണസമ്പാദനത്തിന് വേണ്ടി ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. ഇവിടെയാണ് യാക്കോബ് എന്ന് പറയുന്ന അപ്പോസ്തലൻ്റെ ആ വചനം ശ്രദ്ധേയമായത്. ഞാൻ ഇപ്രകാരം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ തരുണത്തിൽ ആ വചനം കാലിക പ്രസക്തമായ ഒരു വചനമല്ലേ അത്? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. എന്നിട്ട് പറയുന്നു, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വൻപ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷം ആകുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, നാളെ ഞാൻ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ പണ്ടത്തെ കൺവെൻഷൻ നോട്ടീസുകളിൽ ഇന്ന് ആ പദങ്ങളൊന്നുമില്ല. ദൈവഹിതമായാൽ, കർത്താവിൻ്റെ ഇഷ്ടമായാൽ ഇന്ന മാസം എത്രാം തീയതി സുവിശേഷ യോഗം നടക്കും. അപ്പൊ ദൈവഹിതത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ദൈവത്തെ ആശ്രയിച്ച് ജീവിച്ച ഒരു കൂട്ടം ആളുകൾ, പിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മനുഷ്യൻ തൻ്റെ പണത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇവിടെ കാണുന്ന സകല സംവിധാനങ്ങളിലും ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സൗഭാഗ്യങ്ങളുടെ ഒരു വസന്തകാലം വരും, സമൃദ്ധിയുടെ ഒരു കൊയ്ത്തുകാലം വരും, ഋതുക്കൾ അല്ലെങ്കിൽ സമ്പന്നതയുടെ ശരത്കാലം, ഇതിനു വേണ്ടിയൊക്കെ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിൽ ആശ വെച്ച്
ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ജീവിതം ധന്യമായി തീരും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ! അത്യുന്നതനായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു.